ഇന്ന് ഞാൻ നമ്മളെ ഇളനീർ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്ലാസ് ബാക്കി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പകുതി ചൈന ഗ്ലാസ് ഒരു ഇത്തിരി എടുത്തോളൂ, ഒരു ഗ്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഇത്തിരി ചൈന ഗ്ലാസ് എടുത്തോളൂ. ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചു. മെൽറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ആലോചിച്ച പാലില്ലല്ലോ എന്നുള്ളത്. ഏതായാലും ചൈന ഗ്ലാസ് ഒക്കെ എടുത്തതല്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ മെൽറ്റ് ആയപ്പോൾ ഈ മെൽറ്റായ ചൈന ഗ്ലാസ് ഒന്ന് ചൂടാറിയപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ജ്യൂസിൽ പഞ്ചസാര, ഇളനീർ വെള്ളം, പിന്നെ ഇളനീരിൻ്റെ കായമ്പും, അത്രയാണ്. അത് മൂന്നും കൂടിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുണ്ടായിരുന്നു. അതും തേങ്ങ അല്ല, ഇളനീരിൻ്റെ ആ പീസിനെ അത് കുറച്ച് കുഞ്ഞ് കഷ്ണമാക്കി അത് അരിഞ്ഞിട്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മിൽക്ക് മെയ്ഡും കൂടി അതിൽ ഒഴിച്ചു കൊടുത്ത്. അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു, കാരണം ഒന്നുകൂടി മധുരം പാലില്ലാത്തതല്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഒരു അര കപ്പോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. വേറെ ഒന്നല്ല, മുറിക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങാനും സക്സസ് ആവുകയാണെങ്കിൽ മുറിക്കാൻ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ സമാധാനം ഇല്ലാത്ത കാരണം ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. സംഭവം സക്സസ് ആയി, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പാലില്ലെങ്കിലും നമുക്ക് വെറുതെ ജ്യൂസ് ബാക്കി ഉണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.